കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാം 2025, അതായത് സമ്മേറ്റീവ് അസസ്മെൻറ്റ് സെക്കൻഡ് ടൈം 2025-26 ഫിസിക്സ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ സെക്ഷൻ എയിലേക്ക് പോകാം. എന്താ പറയുന്നത്? റൈറ്റ് ആൻസർ ഫോർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 1 മാർക്ക്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം എഴുതണം. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? ലൈറ്റ് ഫോളിങ് ഫ്രം എയർ ടു വാട്ടർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 50 ഡിഗ്രി വിത്ത് ദ നോർമൽ വിൽ. എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ലൈറ്റ് ഫോളിങ് ഫ്രം എയർ ടു വാട്ടർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 50 ഡിഗ്രി. അപ്പോൾ ഒരു മീഡിയം ഉണ്ട്, എയറും ഉണ്ട്, വാട്ടർ. അപ്പോൾ എയറിൽ നിന്ന് എന്താണ് ലൈറ്റ് വീഴുവാണ്, ഏതിലോട്ട് പതിക്കുവാണ്? വാട്ടറിലോട്ട് പതിക്കുവാണ്. അറ്റ് ആൻ ആംഗിൾ ഓഫ് 50 ഡിഗ്രി. അപ്പോൾ ഏത് ആംഗിളിലാണ്? 50 ഡിഗ്രി ആംഗിളാണ് പതിക്കുന്നത്. നോർമലുമായിട്ട് ചേർന്ന് 50 ഡിഗ്രി ആംഗിളിൽ പതിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഡി ആണ്. റിഫ്രാക്ട് അറ്റ് ആൻ ആംഗിൾ ലെസ് ദാൻ 50 ഡിഗ്രി വിത്ത് ദ നോർമൽ. അതായത് റിഫ്രാക്ഷൻ നടക്കും അറ്റ് ആൻ ആംഗിൾ ലെസ് ദാൻ 50 ഡിഗ്രി വിത്ത് ദ നോർമൽ. അപ്പോൾ നേരത്തെ 50 ഡിഗ്രിയിൽ ലൈറ്റ് നോർമലിൽ വന്ന് ആംഗിളിൽ പതിച്ചെങ്കിൽ ഇവിടെ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ 50 ഡിഗ്രിയെക്കാട്ടിലും കുറഞ്ഞ ആംഗിളായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇതെന്താ കാരണമെന്ന് നമുക്ക് പേജ് നമ്പർ 14 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെ രണ്ടാമത്തെ പോയിന്റ് നോക്കിയത്, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ആൻ ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ. അപ്പോൾ എന്താണ് ഇവിടെ? എയർ എന്ന് പറയുന്നത് റെയറർ മീഡിയവും വാട്ടർ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയവുമാണ്. അപ്പോൾ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ എന്താണ്? നോർമലിന് അങ്ങോട്ടേക്ക് ഇത് ഡീവിയേഷൻ നടക്കും. എങ്ങോട്ടാണ്? ടുവേർഡ്സ് നോർമലിന് അടുത്തേക്ക് നീങ്ങിപ്പോകുന്നാണ് പറയുന്നത്. അതാണ് 50 ഡിഗ്രിയിൽ വന്നെങ്കിൽ 50 ഡിഗ്രിയെക്കാട്ടിലും കുറഞ്ഞ, അതായത് നോർമലിന് അടുത്തോട്ട് പോകുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റും റീസണും തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജെക്ട് ഫെൽറ്റ് അറ്റ് കൊച്ചി ആൻഡ് അന്റാർട്ടിക്ക ആർ ദ സെയിം. അതായത് ഒരു വസ്തുവിന്റെ ഭാരം കൊച്ചിയിലും അന്റാർട്ടിക്കയിലും സെയിം ആയിട്ടാണ്, ഒരേപോലെയാണ് അനുഭവപ്പെടുന്നത് എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. റീസൺ, കാരണം പറയാണ്, ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ദ സെയിം എവരിവെയർ ഓൺ ദ എർത്ത്. അപ്പോൾ പറയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൂമിയിൽ എല്ലായിടത്തും സെയിം ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണെന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്, കാരണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എന്നുള്ളതാണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ റീസൺ നമ്മൾ പേജ് നമ്പർ 79 പോയാൽ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദ സെയിം എവരിവെയർ ഓൺ എർത്ത്. ഭൂമിയിൽ എല്ലായിടത്തും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫിഗറൊക്കെ ഒബ്സർവ് ചെയ്ത് പഠിച്ചായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്താ കണ്ടെത്തിയത്? പോളാർ റീജിയൻസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോളാർ റീജിയൻസിൽ കൂടുതലാണ്. അതേസമയം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ലെസ് വാല്യൂ ആയിരിക്കും ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോവാം. ദ ടേബിൾ ഷോസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജെക്ട്. അപ്പോൾ ഇതും ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്റർ തന്നെയാണ്, നമ്മൾ പഠിച്ചു. ഇതിന്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ 76-77 നോക്കുക. അവിടെ നമ്മൾ ലാസ്റ്റ് പോർഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. മാച്ച് ദ കോളംസ് എ ആൻഡ് ബി അപ്രോപ്രിയേറ്റ്ലി. അപ്പോൾ ഒന്നെന്താ പറഞ്ഞത്? when one of the masses is doubled without changing the distance. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ പേജ് നമ്പർ 76 പോയാൽ കാണാം. ടു മ്യൂച്വലി അട്രാക്റ്റിംഗ് ഒബ്ജെക്ട്സ് ആർ പ്ലേസ്ഡ് അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് രണ്ട് പരസ്പരം ആകർഷിച്ചിരിക്കുന്ന രണ്ട് വസ്തുക്കൾ ഉണ്ടായിരിക്കും, അതിനെ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുവാണെങ്കിൽ ഇഫ് ദ മാസ് ഓഫ് വൺ ഓഫ് ദം ഈസ് ഡബിൾഡ്, അതിൽ രണ്ട് അറ്റത്തായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒന്നിൻ്റെ മാസ് ഡബിൾ ചെയ്താൽ, ഇരട്ടിച്ചാൽ ഹൗ മെനി ടൈംസ് വിൽ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദൻ ബി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറും പഠിച്ചായിരുന്നു. ഇഫ് ദ മാസ് ഓഫ് വൺ ഓഫ് ദ ഒബ്ജെക്റ്റ് ഈസ് ഡബിൾഡ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഓൾസോ ഡബിൾഡ്. അപ്പോൾ ഒന്നിൻ്റെ മാസിന് നമ്മൾ ഇരട്ടിച്ചാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇരട്ടിക്കും, ഡബിൾഡ് ആണെന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നിൻ്റെ ആൻസർ ഏതാണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡബിൾഡ് കിട്ടുന്നത്. അപ്പോൾ അതെവിടെയാണ് നിൽക്കുന്നത്? 1. എവിടെ നോക്ക്? വൈ നോക്ക്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡബിൾഡ്. അപ്പോൾ 1 നമുക്ക് വൈ ആയിട്ട് ചേർത്ത് എഴുതാം.
ഓക്കെ, അപ്പോൾ അത് കാണുമ്പോഴേ ഒന്ന് വൈന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. 1-ന് ബാക്കിയെല്ലാം എക്സ് ഇസഡ് ആ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അത് റോങ് എന്ന് മനസ്സിലാകും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആൻസർ എ ആണെന്ന് പറയാൻ പറ്റും, എ ആണെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, എന്നാലും നമുക്ക് 2ഉം 3ഉം കൂടെ നോക്കാം. 2 എന്താണ്? വെൻ ദ ഡിസ്റ്റൻസ് ഈസ് ഡബിൾ വിത്തൗട്ട് ചേഞ്ചിങ് ദ മാസ്. അപ്പോൾ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 77 പഠിച്ചായിരുന്നു. വാട്ട് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ഡബിൾഡ്. അപ്പോൾ ആ 2 വസ്തുക്കൾക്കും ഇടയിലുള്ള ആ ഡിസ്റ്റൻസ്, ആ ദൂരം ഇരട്ടിച്ചാൽ എന്ത് ചെയ്യും? എന്ത് സംഭവിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ് ടു എന്താണ്? 1/4. അപ്പോൾ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിക്കം 1/4 അല്ലേ. അപ്പോൾ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചായിരുന്നു. അപ്പോൾ രണ്ടാമത്തത് ഇസഡ് എന്ന് വരും. അടുത്ത മൂന്നാമത്തത് വെൻ ദ ഡിസ്റ്റൻസ് ഈസ് ഹാഫ്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മാസ്. വെൻ ദ ഡിസ്റ്റൻസ് ഈസ് ഹാഫ്ഡ്, അപ്പോൾ എന്താണ്? ദൂരം ഹാഫ്, അതായത് പകുതിയാക്കി വിത്തൗട്ട് ചേഞ്ചിങ് ദ മാസിന് മാറ്റമൊന്നും വരാത്ത രീതിയിൽ. അപ്പം എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ് ഹാഫ്ഡ് ആക്കുമ്പോൾ അത് അടുത്ത പോയിന്റ് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ് ബൈ 4 times എന്ന് നമ്മളന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്? എക്സ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിക്കംസ് 4 times. ഓക്കെ, അപ്പോൾ ആൻസർ എ 1/2z 3x. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ചൂസ് ദ എക്സാമ്പിൾസ് ഓഫ് പോസിറ്റീവ് വർക്ക് ഫ്രം ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. അപ്പോൾ എന്താ? ചൂസ് ദ എക്സാമ്പിൾസ്. അപ്പോൾ ഉദാഹരണങ്ങൾ എഴുതാനാണ്. ഓഫ് പോസിറ്റീവ് വർക്ക്, പോസിറ്റീവ് വർക്കിന് ഉദാഹരണം എഴുതാനാണ് പറയുന്നത്. ഫ്രം ദ ഫോളോയിങ് സിറ്റുവേഷൻ. താഴെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആൻസർ എയും സിയും ആണ്. അതെങ്ങനെ വന്നു എന്ന് നമുക്ക് പ്രൂഫ് സഹിതം നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേജ് നമ്പർ 112 പോകാം. 112 എന്താണ് വാട്ട് ഈസ് പോസിറ്റീവ് വർക്ക് എന്നും നെഗറ്റീവ് വർക്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ദെൻ ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ ദ ഒബ്ജക്റ്റ് ഈസ് പോസിറ്റീവ്. ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഒരു വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്, അതായത് സ്ഥാനത്തിലുള്ള മാറ്റം, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അതായത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്, ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത ആ ഡയറക്ഷനിൽ തന്നെ ആ വസ്തുവിന് മാറ്റം അല്ലെങ്കിൽ സ്ഥാനമാറ്റം അല്ല അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അതായത് നമ്മളിപ്പോൾ ഒരു വസ്തുവിന്മേൽ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്, അതിൻ്റെ മാറ്റം എങ്ങോട്ടുണ്ടായി? സ്ഥാനമാറ്റം നമ്മൾ ബലം പ്രയോഗിച്ച ദിശയ്ക്ക് വിപരീതമായി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതായത് ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ നമ്മളൊരു ബലം പ്രയോഗിക്കുകയാണ്. അപ്പോൾ ആ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അതിന് മാറ്റം എങ്ങോട്ടാണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് നമ്മൾ ബലം പ്രയോഗിച്ച ആ ദിശയ്ക്ക് വിപരീതമായി ഓപ്പോസിറ്റ് ദിശയിലാണ് അതിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ, ആ വർക്ക് ഡണ്ണിന് നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ് വർക്ക് ഡൺ എന്ന് പറയാം അല്ലേ. ദെൻ ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്, അപ്പോൾ ആ ഫോഴ്സ് കാരണം ഉണ്ടായ വർക്ക് ഡണ്ണിന് നമുക്ക് നെഗറ്റീവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. നമ്മളിപ്പോൾ 1ാമത്തെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ അത് താഴെ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ റെഡിങ് ചെയ്തിട്ടുണ്ട്. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ എ കോക്കനട്ട് ഫോൾസ് ഡൗൺ. അപ്പോൾ ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും എന്താണ്? താഴത്തോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെൻ എ കോക്കനട്ട് ഫോൾസ്, അപ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു തെങ്ങിൽ നിന്ന് വന്ന് വീഴുവാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ്? താഴോട്ട് പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ തേങ്ങയും എന്താണ്? ആ താഴത്തോട്ട്, ആ ഡയറക്ഷനിൽ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ട് ബലം പ്രയോഗിക്കുന്നോ ആ ഒരു ദിശയിൽ തന്നെയാണ് തേങ്ങയും വന്ന് വീഴുന്നത് അല്ലേ. അപ്പോൾ അത് രണ്ടും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സും പിന്നെ ആ വർക്ക് ഡൺ നടക്കുന്നത് അതെന്താണ്? സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് വർക്ക് എന്ന് പറയാം അല്ലേ. പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾ എന്ന് പറയാം. അപ്പോൾ 1ാമത്തെ ഓപ്ഷൻ നോക്കിക്കുക. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി വെൻ എ മാംഗോ ഫാൾസ് ഡൗൺ. നമ്മളിപ്പോൾ കോക്കനട്ട് പറഞ്ഞതിന് പകരം അവർ മാംഗോ ആക്കി, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ 1ാമത്തെ ഓപ്ഷൻ എന്താണ്? പോസിറ്റീവ് വർക്കാണ് അല്ലേ. 1ാമത്തെ പോസിറ്റീവ് വർക്കാണ്. ഓക്കെ, ഇനി അടുത്ത 2ാമത്തെന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ ദ ബയൻറ്റ് ഫോഴ്സ് ഓൺ എ ബക്കറ്റ് വെൻ ഇറ്റ് ഈസ് ബീങ് സബ്മേർജ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ ഒരു ബക്കറ്റ് സബ്മേർജ്ഡ് ഇൻ വാട്ടർ, അതായത് ബക്കറ്റ് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കിടക്കണം. ബയൻറ്റ് ഫോഴ്സ് നമുക്കറിയാം എന്താണ്? ഈ ലിക്വിഡ്സ് നമ്മൾ ഈ വസ്തുവിന്മേൽ മുകളിലോട്ട് പിടിച്ചൊരു ബലം
കൊടുക്കും, മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ലിക്വിഡ്സ് പ്രയോഗിക്കുന്ന ഒരു ബലമാണ് ബയോൺസ് ഫോഴ്സ് അല്ലേ. അപ്പം നമുക്ക് എന്താണ് ബക്കറ്റ് എങ്ങനെ മുങ്ങിക്കിടക്കും താഴത്തോട്ട്, അപ്പോൾ ബക്കറ്റിൻ്റെ ഡയറക്ഷൻ താഴോട്ടും എന്താണ് ബയോൺ ഫോഴ്സ് മുകളിലോട്ടുമാണ്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതെന്താണ് അവിടെ നെഗറ്റീവ് വർക്ക് ഡൺ ആണ്. അപ്പോൾ അതവിടെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റില്ല. ഇനി സി നോക്കിയേ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഓൺ എ ബക്കറ്റ് വെൻ ഇറ്റ് ഈസ് ബീങ് സബ്മേർജ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ് ഓൺ എ ബക്കറ്റ് വെൻ ഇറ്റ് ഈസ് ബീങ് സബ്മേർജ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. അപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക, ബക്കറ്റിൻ്റെ എന്താണ് ബക്കറ്റ് അങ്ങ് താഴത്തോട്ടാണ് ഡയറക്ഷൻ ബലം പ്രയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ് താഴ്പോട്ടാണ് ബലം പ്രയോഗിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അതെന്ത് എഴുതാം, നമുക്ക് പോസിറ്റീവ് വർക്കിന് എക്സാമ്പിളായിട്ട് എഴുതാം. ഈ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വെൻ ദ ഒബ്ജക്റ്റ് ആർ മൂവ്ഡ് അക്രോസ് എ ഫ്ലോർ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അറിയാം നമുക്ക്. വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രയോഗിക്കുന്ന വർക്ക് ഡൺ വെൻ ഒബ്ജക്റ്റ് ആർ മൂവ്ഡ് അക്രോസ് എ ഫ്ലോർ. അപ്പോൾ നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്, നമ്മളിപ്പോൾ പഴത്തൊലിലൊക്കെ ചവിട്ടുമ്പോൾ അല്ലേ പുറകിലോട്ടൊരു ബലം പ്രയോഗിക്കും, അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, നമ്മൾ ബലം പ്രയോഗിക്കുന്നത് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതെന്തായിരിക്കും, നെഗറ്റീവ് വർക്കായിരിക്കും. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ ആൻസർ ഇവിടെ എയും സിയും ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി സെക്ഷൻ ബിയിലോട്ട് പോകുമ്പോൾ ആൻസർ ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 11, ക്വസ്റ്റ്യൻ 6 and 9 ഹാവ് ചോയ്സസ്. അപ്പോൾ 5 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ്. പിന്നെ 6ഉം 9ഉം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിന് ചോയ്സസ് ഉണ്ട്. ഒന്നുകിൽ എ എഴുതാം അല്ലെങ്കിൽ ബി എഴുതാമെന്നാണ് പറയുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2 മാർക്ക്. എല്ലാ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്, 2 മാർക്ക് വീതമാണെന്നാണ് പറയുന്നത്. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേഴ്സൺ എ അപ്ലൈസ് എ ഫോഴ്സ് ഓഫ് 500 Newton ഓൺ ആൻ ഒബ്ജെക്റ്റ്. അപ്പോൾ എ പേഴ്സൺ എ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. എത്രയാണ്, 500 Newton ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് ഒരു വസ്തുവിന്മേൽ. അപ്പോൾ ഒരു വസ്തുവിന്മേൽ പേഴ്സൺ എ 500 Newton ഫോഴ്സ് അപ്ലൈ ചെയ്തു, ബലം പ്രയോഗിച്ചു. പേഴ്സൺ ബി ഓൾസോ അപ്ലൈസ് ദ സെയിം ഫോഴ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഓൺ ദ ഒബ്ജെക്റ്റ്. അപ്പോൾ എന്താണ്, ഇനി അടുത്ത വേറൊരു വ്യക്തി വന്ന് പേഴ്സൺ ബി, അയാളും ഓൾസോ അപ്ലൈസ് ദ സെയിം ഫോഴ്സ്. അപ്പോൾ ഈ സെയിം ഫോഴ്സ് അതായത് അയാളും എത്ര സെയിം ഫോഴ്സ് എന്ന് പറയുമ്പോൾ 500 Newton തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ വ്യക്തി 500 Newton, അതിൻ്റെ സെയിം ഫോഴ്സാണ് അടുത്ത ആളെന്ന് പറഞ്ഞാൽ 500 Newton. അപ്പോൾ 500 Newton ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ സെയിം ഡയറക്ഷന് ഒരേ ദിശയിൽ, അപ്പോൾ രണ്ടുപേരും ഒരേ ദിശയിലാണ് ഈ 2 ഫോഴ്സും ബലം പ്രയോഗിക്കുന്നത്. ഓക്കെ, ഓൺ ദാറ്റ് ഒബ്ജെക്റ്റ്. അപ്പോൾ ആ വസ്തുവിൽ പ്രയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ, വാട്ട് ഈസ് ദ എഫക്റ്റീവ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഒബ്ജെക്റ്റ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എന്ന് പറയാം, മൊത്തത്തിലുള്ള ഫോഴ്സ് എത്രയെന്ന്. അപ്പോൾ നോക്കുക, നമ്മൾ രണ്ടുപേരും ഒരേ ദിശയിലാണ് 500 Newton വീതം ആക്കുന്നത്. അപ്പോൾ നമുക്ക് 500 + 500 എന്ന് പറഞ്ഞ് നമുക്ക് കൂട്ടി എഴുതാം, 1000 Newton കിട്ടും അല്ലേ. അപ്പോൾ രണ്ടുപേര്, ഒരാൾ ഒരു ദിശയിൽ മറ്റൊരാൾ ഇതായിരുന്നെങ്കിൽ +500ഉം, ഒരാൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ അവിടുന്ന് -500ഉം ചെയ്ത് 0 ആയി ക്യാൻസലായി പോയനെ. പക്ഷേ ഇവിടെ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടുവാണ്, 500 + 500, അങ്ങനെ നമുക്ക് 1000 Newton എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് എ ബാലൻസ്ഡ് ഫോഴ്സ് ഓർ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഇതൊരു ബാലൻസ്ഡ് ഫോഴ്സ് ആണോ, അത് സന്തുലിത ഫോഴ്സ് ആണോ, അതോ അൺബാലൻസ്ഡ് ആണോ. നമുക്കറിയാം ബാലൻസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു വസ്തുവിൻ്റെ എല്ലായിടത്തും ഒരേപോലെ ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ. ഇതിപ്പോൾ നോക്ക്, ഒരു വസ്തുവിൻ്റെ ഒരു ഡയറക്ഷനിലോട്ട് നമുക്ക് എന്താണ്, ഒരു ഡയറക്ഷനിലോട്ടാണ് ഫോഴ്സ് രണ്ടുപേരും പ്രയോഗിക്കുന്നത്. അപ്പോൾ അത് എന്തായിരിക്കും, ബാലൻസ്ഡ് ആണോ, ഇല്ല. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും, ഒരു ഭാഗത്ത് മാത്രം ഫോഴ്സ് കിട്ടുന്നു അല്ലേ. അപ്പോൾ ഒരിടത്ത് 1000 Newton കിട്ടുന്നു. അപ്പോൾ നമുക്ക് അതെന്ത് എഴുതാം, അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് എഴുതാം. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ബോത്ത് പീപ്പിൾ അപ്ലൈ ഫോഴ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. രണ്ടാൾക്കാരും എന്താണ്, ഒരേ ദിശയിലാണ് ബലം പ്രയോഗിക്കുന്നത്. നെറ്റ് ഫോഴ്സ് വിൽ ആക്ട് അറ്റ് 1 ഡയറക്ഷൻ. അപ്പോൾ മൊത്തത്തിലുള്ള ആ ഫോഴ്സ്, ആ ആകെ ബലം അനുഭവപ്പെടുന്ന ഒരു ദിശയിലായിരിക്കും. അങ്ങനെ എന്ത്, ആൻഡ് ഇറ്റ് വിൽ കോസ് ദ ഒബ്ജക്റ്റ് ടു ആക്സിലറേറ്റ്. അപ്പോൾ എന്ത് ചെയ്യും, അത് ആക്സിലറേഷൻ നടക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വസ്തുവിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ബെഞ്ച് ആയിക്കോട്ടെ ഇരിക്കട്ടെ, നോക്കുക, രണ്ടുപേരും ഒരേ ദിശയിലോട്ട് 1000 Newton ഇങ്ങനെ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ബെഞ്ച് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നീങ്ങും. ബാലൻസ്ഡ് ആയിട്ട് സന്തുലിതമായിട്ടിരിക്കുമോ, ഇല്ല. അപ്പോൾ അൺബാലൻസ്ഡ് ആവും, ബാലൻസ് പോവും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ആൻസർ. ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞായിരുന്നു, 6ന് എയും ബിയും ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
ആറിൻ്റെ എ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ മൂവിങ് കാർ ഈസ് ഗിവൺ ബിലോ. നമ്മളിത് വെലോസിറ്റി ടൈം ഗ്രാഫൊക്കെ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ വേറൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ മൂവിങ് കാർ, ഒരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്നാമത്തെ എ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ ഫ്രം എ ടു ബി. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് കണ്ടല്ലോ, എ എന്ന് പറയുന്ന പോയിന്റ് മുതൽ ബി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഈ കാറിൻ്റെ ആക്സിലറേഷൻ നമുക്കറിയാം എന്താണ്, വെലോസിറ്റി ബൈ ടൈം അല്ലേ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. നമുക്കിവിടെ എന്നിട്ട് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കുക, വെലോസിറ്റി നോക്കുക. ഇവിടെ എ മുതൽ ബി എന്ന് വെച്ചാൽ ഒരു ഹൊറിസോണ്ടൽ, അതായത് എന്താണ് എ മുതൽ ബി വരെ എന്ന് വെച്ചാൽ പാരലായിട്ടാണ് ആ ലൈൻ പോയിരിക്കുന്നത്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കണം, ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് കാർ ഫ്രം എ ടു ബി. എ ടു ബി എന്ന് പറയുമ്പോൾ എന്താണ് നോക്കുക, നമ്മൾ പഠിച്ചായിരുന്നു, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നിടത്ത് എന്താ ആക്സിലറേഷൻ 0 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക്, ഫ്രം എ ടു ബി ആക്സിലറേഷൻ എന്താണ് 0 ആണ്, ഈക്വൽ ടു 0. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്രം എ ടു ബി, എ മുതൽ ബി വരെ ദ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് അല്ലേ. വെലോസിറ്റി എത്രയാണ്, കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി, അപ്പോൾ വെലോസിറ്റിയുടെ മാറ്റം എന്ന് വെച്ചാൽ ഇനിഷ്യൽ വെലോസിറ്റി അതായത് മൈനസ് അല്ലേ, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. നമ്മൾ ഏത് പോയിന്റിൽ നിന്ന് വെലോസിറ്റികളിലെ ചേഞ്ച് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് 0 ആയി കിട്ടുന്നത്. ഇപ്പോൾ ഫോർ സപ്പോസ് എ എന്ന് പറയുന്ന പോയിന്റിൽ 40 ആയിരിക്കും, ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരിക്കും 40 ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 40 - 40 എന്താവും 0 ആയിട്ട് മാറും. അപ്പോൾ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് കിട്ടി 0 ആണെന്ന്. അപ്പോൾ 0 ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 0 തന്നെ ആയിരിക്കും ആൻസർ. അപ്പോൾ അതാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദിസ് ഗ്രാഫ് റിപ്രസെൻറ്റ്സ് ദ ഡിസിലറേഷൻ ഓഫ് ദ കാർ. അതായത് ആക്സിലറേഷൻ പോലെ ഇനി എന്താണ് ഡീസിലറേഷൻ. ഓക്കെ, ഡീസിലറേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക റിട്ടാർഡേഷൻ എന്നും പറയാം. അപ്പോൾ ഇത് ഏതായിരിക്കും, വിച്ച് പാർട്ട് ഓഫ് ദിസ് ഗ്രാഫ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസിലറേഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ അതെന്ന് വെച്ചാൽ ശരിക്കും എന്താ വെലോസിറ്റി, ഇവിടെ ബിയുടെ ആൻസർ ബി ടു സി ആണ് കേട്ടോ. ബി എന്ന് പറയുന്ന പോയിന്റ് മുതൽ സി വരെ ബി ടു സി ആണ് ആൻസർ. അപ്പോൾ അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫ്രം ബി ടു സി, അപ്പം ബി മുതൽ സി വരെ ആകുമ്പോഴത്തേക്കും വെലോസിറ്റി ഡിക്രീസസ് അല്ലേ. വെലോസിറ്റി എന്താണ് ആദ്യം കൂടി വന്നു, എന്നിട്ട് കോൺസ്റ്റൻ്റായി നിന്ന് പിന്നെ കുറഞ്ഞു വന്നു. വെലോസിറ്റി കുറഞ്ഞു, ഡിക്രീസസ്, ആൻഡ് ആക്സിലറേഷൻ ബിക്കം നെഗറ്റീവ്. അപ്പോൾ വെലോസിറ്റി കുറയുമ്പം ആക്സിലറേഷനും എന്തായിരിക്കും നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ദിസ് നെഗറ്റീവ് അപ്പോൾ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത് അല്ലേ. വെലോസിറ്റി കുറഞ്ഞ് നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ബി എന്ന് പറയുന്ന ഇവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും, പക്ഷേ സി എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എടുക്കുമ്പോൾ എന്താണ് ചെറിയ വാല്യൂന്ന് ഒരു വലിയ വാല്യൂ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ആക്സിലറേഷൻ എന്ത് കിട്ടും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ ആക്സിലറേഷൻ നെഗറ്റീവ് ആവുന്നത് കാരണം ഈ നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് പാർട്ടെന്ന് ചോദിച്ചാൽ ബി ടു സി എന്ന് എഴുതാം. പിന്നെ താഴെ ആ എക്സ്പ്ലനേഷൻ എഴുതിയാൽ മതി. ഓക്കെ, ആൻസറായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി, ഒബ്സർവ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവൻ ബിലോ. അപ്പോൾ വീണ്ടും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡും ടൈം സെക്കൻഡിലും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി. അപ്പോൾ ആ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ്. എപ്പോൾ, ഡ്യൂറിങ് ദ ടൈം ഇൻ വിച്ച് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുള്ള ആ ടൈമിൽ, ആ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 44 പോയാൽ മതി. അവിടെ നമുക്ക് ഇക്വേഷനൊക്കെ തന്നിട്ടുണ്ട്. എന്താണ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ്. അപ്പോൾ നമുക്കിവിടെ യൂണിഫോം വെലോസിറ്റി വരുന്ന ഏത് പോയിന്റാണ്, യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയി ആ 90യുടെ വരുന്ന നോക്ക് ബി ടു സി, അവിടെയാണ് വെലോസിറ്റി എല്ലാം ബി ടു സി വരെ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും വെലോസിറ്റി 90 ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ബി ടു സി ഉള്ള അവിടെയാണ് യൂണിഫോം വെലോസിറ്റി. ഇനി അതിൻ്റെ ടൈം ഇൻ്റർവെൽ ബിന്ന് താഴത്തോട്ട് വരച്ചിട്ടുണ്ട്, സിന്ന് താഴത്തോട്ട് ടൈം ലൈനിലോട്ട്, ടൈമിൻ്റെ എക്സിലോട്ട് അല്ലേ, ഗ്രാഫിൻ്റെ എക്സ് ലൈനിലോട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം 3 to 4. അപ്പോൾ വെലോസിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് 90 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ടൈം നോക്കണം. 3 to 4 ആകുമ്പം 1 സെക്കൻഡ്, ടൈം സെക്കൻഡിലാണ്, 1 സെക്കൻഡിൽ. 4 to 5 ആകുമ്പം 2 സെക്കൻഡ്, 5 to 6 ആകുമ്പം 3,
പിന്നെ 6 to 7 ആകുമ്പോൾ 4, 7 to 8 ആകുമ്പോൾ 5 സെക്കൻഡ്, 8 to 9 ആകുമ്പോൾ 6 സെക്കൻഡ്. അപ്പോൾ ആ ടൈം ഇൻ്റർവൽ അത്ര യൂണിഫോം വെലോസിറ്റി നടക്കുന്ന സമയം എന്ന് വെച്ചാൽ ടോട്ടൽ 6 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ്. വെലോസിറ്റി വന്നിട്ട് 90 എന്ന് കണ്ടുപിടിച്ചു. അടുത്ത ടൈം എന്ന് വെച്ചാൽ എത്ര കിട്ടും? 6 സെക്കൻഡാണ്. അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 9 എത്രയാണ്? 9 54, പിന്നെ ആ 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. 540 മീറ്റർ എന്ന് ആൻസറായി. ഓക്കെ, അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വേണ്ടിയിട്ട് നമുക്ക് പേജ് നമ്പർ 32 നോക്കണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 32 പോകണം. എന്താണ്? എ കാർ ഈസ് നെഗോഷിയേറ്റിംഗ് എ കർവ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ കാർ ഇങ്ങനെ ഒരു കർവ് എന്ന് വെച്ചാൽ വളഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം അല്ലേ, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈസ് ഇറ്റ്സ് വെലോസിറ്റി യൂണിഫോം? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി യൂണിഫോം ആയിരിക്കുമോ, സ്ഥിരമായ കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കുമോ കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും കിട്ടുന്നത്? നോ, ഇല്ല. കാരണം എന്താണ്? നമുക്കറിയാം അത് കർവാണ്. കർവിൽ ഒരിക്കലും എന്താണ് കോൺസ്റ്റന്റ് വെലോസിറ്റി പോകാൻ പറ്റത്തില്ല. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റത് നോ എന്ന് ആൻസർ എഴുതുക. എന്നിട്ട് അതിൻ്റെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ 32 പോവുക. നമുക്ക് നോക്കാം, അവിടെ കാർ ഒരു കാവ് പോലെ ഒരു സർക്കിൾ മൂവ് ചെയ്യുമ്പോഴുള്ള ഒരു സമയത്തിനനുസരിച്ച് വെലോസിറ്റിയിലുള്ള മാറ്റങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുണ്ട്. അതിന് താഴത്തായിട്ട് ഒരു പോയിന്റ് ഉണ്ട്, അതാണ് ആൻസർ എഴുതേണ്ടത്. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ചേഞ്ചസ്. അപ്പോൾ ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട്, അപ്പോൾ ഇവിടെ ഒബ്ജെക്ട് ഏതാണ്? നമ്മൾ കാറിന്റെ എന്താണ് ഡയറക്ഷൻ, ദിശ അല്ലേ, ദിശ മാറുമ്പോൾ ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജെക്ട് വിൽ ഓൾസോ ചേഞ്ച്. അപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും? ഓൾസോ മാറും. അപ്പോൾ ഇതാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗീവ് റീസൺസ് ഫോർ ദ ഫോളോയിങ്. ഇപ്പോൾ ഗീവ് കൊടുക്കുക, തരിക. റീസൺസ് കാരണങ്ങൾ ഫോർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിന്റെ കാരണങ്ങൾ എന്താണ്? കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കാരണം എന്താണെന്നാണ് പറയേണ്ടത്. ഓക്കെ, എ ആക്സിഡൻസ് ദാറ്റ് ഇൻവോൾവ് പാസഞ്ചേഴ്സ് who do not wear seat belts are more likely to be fatal. അപ്പോൾ ആക്സിഡൻസ് അറിയില്ല, റോഡ് ആക്സിഡൻസ് ദാറ്റ് ഇൻവോൾവ് പാസഞ്ചേഴ്സ് ഹു ഡു നോട്ട് വിയർ സീറ്റ് ബെൽറ്റ്. അപ്പോൾ എന്താണ്? സീറ്റ് ബെൽറ്റ്, നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത യാത്രക്കാർക്ക് എന്താണ്? ആർ മോർ ലൈക്ലി ടു ബി ഫാറ്റൽ. അപ്പോൾ കൂടുതൽ മാരകമായ ആക്സിഡൻസ് ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ നമുക്കറിയാം, സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ വേഗം അങ്ങ് മുന്നിലോട്ട് പോകും അല്ലേ. അപ്പം അതുകൊണ്ടാണ്. അപ്പം അത് നമ്മൾ എങ്ങനെയാ ഒരു ശാസ്ത്രീയമായി പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ബിക്കോസ്, ഇതെന്തുകൊണ്ടെന്നാൽ വെൻ ബ്രേക്ക് ഈസ് അപ്ലൈഡ്, എപ്പോഴാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്? ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് മോഷൻ. അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇനേർഷ്യ ഓഫ് മോഷൻ കാരണം. അപ്പോൾ നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷൻ ഒക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ഇനേർഷ്യ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം വണ്ടിയിലിരിക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷൻ കാരണം ദ പാസഞ്ചേഴ്സ് ടെൻഡ് ടു മൂവ് ഫോർവേഡ്. അപ്പോൾ അത് ഇനേർഷ്യ ഓഫ് മോഷൻ കാരണമാണ് ഈ പാസഞ്ചേഴ്സ് യാത്രക്കാര് ടെൻഡൻസി കാണിക്കുന്നു ടു മൂവ് ഫോർവേഡ്, മുന്നോട്ടിങ്ങനെ മൂവ് ചലിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു. ദിസ് വിൽ കോസ് ആക്സിഡൻസ് മോർ ഫാറ്റൽ. അപ്പോൾ ഇത് ആക്സിഡൻസിനെ കൂടുതൽ മാരകമാക്കും. അപ്പം നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രണ്ടിലോട്ടേക്കുള്ള ആ ഒരു മൂവ്മെന്റ് എന്തെയും കുറയും അല്ലേ, നമ്മൾ അങ്ങ് തടഞ്ഞു നിർത്തി ഈ സീറ്റ് ബെൽറ്റ്. അപ്പോൾ അതുമാണ് ഇതിന്റെ റീസൺ. ഓക്കെ, ഇനി നമുക്ക് ബി നോക്കാം. ക്രിക്കറ്റ് പ്ലേയേഴ്സ് മൂവ് ദെയർ ഹാൻഡ്സ് ബാക്ക്വേർഡ് അലോങ് വിത്ത് ദ ബോൾ വൈൽ ക്യാച്ചിങ് എ ഫാസ്റ്റ് മൂവിങ് ബോൾ. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാർ മൂവ് ദെയർ ഹാൻഡ്സ് ബാക്ക്വേർഡ്. നമുക്കറിയാം കൈ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ചലിക്കും. എപ്പോൾ? അലോങ് വിത്ത് ദ ബോൾ വൈൽ ക്യാച്ചിങ്. അത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് അല്ലേ, ബോൾ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ കൂടെ ബാക്കിലോട്ട് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതായത് നല്ല ഫാസ്റ്റ് മൂവിങ് ബോൾ, നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിരുന്ന ബോൾ നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കൈ ബാക്കിലോട്ടൊന്ന് പോകാറുണ്ട്. ഓക്കെ, എന്താണ് അതിന് കാരണം എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ക്രിക്കറ്റ് പ്ലേയേഴ്സ് മൂവ് ദെയർ ഹാൻഡ്സ് ബാക്ക്വേർഡ്സ് അലോങ് വിത്ത് ദ ബോൾ. അപ്പോൾ ആ ബോളിൻ്റെ കൂടെ നമ്മുടെ കൈ കൂടെ ക്രിക്കറ്റ് കളിക്കാർ കൈ കൂടെ ബാക്കിലോട്ട് ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്, ബാക്കിലോട്ട് പോകുന്നുണ്ട്. വൈൽ ക്യാച്ചിങ് എ ഫാസ്റ്റ് മൂവിങ് ബോൾ. അപ്പോൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബോൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത്
എന്തിനാണ്? ടു ഇൻക്രീസ് ദ ടൈം ടേക്കൺ, ടു ഇൻക്രീസ് കൂട്ടാൻ ദ ടൈം ടേക്കൺ ടു ബ്രിങ് ദ മൂവിങ് ബോൾ ടു റെസ്റ്റ്. അതായത് അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സമയം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ബോളിനെ റെസ്റ്റ്, നിശ്ചലാവസ്ഥയിലാക്കാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഹെൽപ്സ് ടു ഡിക്രീസ് ദ ഇമ്പാക്ട് ഓർ ഫോഴ്സ് ഓൺ ദ ഹാൻഡ്സ്. അപ്പോൾ ദിസ് ഹെൽപ്പ്, അപ്പോൾ ഇത് സഹായിക്കുന്നു ടു ഡിക്രീസ്, കുറയ്ക്കാൻ, ദ ഇമ്പാക്ട്, അതായത് ഒരു ആക്കം അല്ലെങ്കിൽ ഒരു ബലം ഫെൽറ്റ് ഓൺ ദ ഹാൻഡ്. അപ്പോൾ ആ ഒരു ഫോഴ്സ് നമ്മുടെ കയ്യിൽ വന്ന് പ്രയോഗിക്കുന്ന ആ ഒരു ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി 9ന്റെ A ക്വസ്റ്റ്യൻ. എ പേഴ്സൺ പുഷസ് എ ട്രോളി ഓഫ് മാസ് 100 കിലോഗ്രാം ബൈ അപ്ലൈങ് എ ഫോഴ്സ്. അപ്പോൾ എ പേഴ്സൺ, ഒരു വ്യക്തി, പുഷസ് എ ട്രോളി ഓഫ് മാസ്, അപ്പോൾ ഇങ്ങനെ പുഷ് ചെയ്യുകയാണ്, തള്ളുകയാണ്, ഒരു ട്രോളി തള്ളിക്കൊണ്ടു പോവാണ്. അതിൻ്റെ എത്രയാണ്? 100 കിലോഗ്രാം മാസമുള്ള ഒരു ട്രോളിയാണ്. ഒരു ഫോഴ്സ് കൊടുത്ത് ബലം പ്രയോഗിച്ച് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുകയാണ്. ദ ട്രോളി അക്വേഴ്സ് ആൻ ആക്സലറേഷൻ ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോഴത്തേക്ക് ഈ ട്രോളിക്ക് ഒരു ആക്സലറേഷൻ കിട്ടി, അത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആൻഡ് ഇറ്റ് മൂവ്സ് എലോങ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യമേ എഴുതാം, എന്തെഴുതാം? മാസ് അല്ലേ? മാസ് M = 100 കിലോഗ്രാം എന്ന് എഴുതാം. ആക്സലറേഷൻ A = എന്തെന്ന് എഴുതാം? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. പിന്നെന്താ ചോദിക്കുന്നത്? ആൻഡ് ഇറ്റ് മൂവ്സ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് മൂവ് പോകുന്നത് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 16 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അവിടെ കിട്ടി 16 മീറ്റർ. അപ്പോൾ എസും കിട്ടി 16 മീറ്റർ എന്ന് കിട്ടി. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ ഹിം. അപ്പോൾ അയാൾ ചെയ്ത വർക്ക് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട്. നമുക്ക് എത്രയാ പേജ് നമ്പർ? ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ 8ാമത്തെ ക്വസ്റ്റിന് എയും ബിയും അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾ അത് പറയാൻ വിട്ടുപോയി. ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് ഒന്ന് നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ എയുടെ ആൻസർ 60 അവിടെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ആൻസർ ആയിട്ടില്ല. അത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിയും 67 പേജ് നമ്പർ 67 അതും ആൻസർ ആയിട്ടില്ല. റീസൺ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് ആൻസർ. ഓക്കെ, ഇനി 9A ഈ ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? വർക്ക് ഡൺ ആണ് കിട്ടേണ്ടത്. വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. പേജ് നമ്പർ 109 പോയാൽ കാണാം. നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. F ഇൻറ്റു എസ്, ഡിസ്പ്ലേസ്മെന്റ് എസ്. അപ്പോൾ എഫ് ഇവിടെ തന്നിട്ടുണ്ടോ? ഫോഴ്സ് തന്നിട്ടില്ല. അപ്പം നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ MA. അപ്പോൾ നമുക്ക് മാസ് ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ? മാസ് എത്രയെന്ന് തന്നിട്ടുണ്ട്? 100 കിലോഗ്രാം എന്ന്. അപ്പോൾ 100 ഇൻറ്റു ആക്സിലറേഷനും അവിടെ തന്നിട്ടുണ്ട് 5 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 100 ഇൻറ്റു 5, അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 500 ന്യൂട്ടൺ. അപ്പോൾ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് വർക്ക് ഡണിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫോഴ്സിന്റെ സ്ഥാനത്ത് നമ്മൾ 500 കൊടുക്കും. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥാനത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് S16 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 500 ഇൻറ്റു 16 ചെയ്യും. എന്നിട്ട് നമുക്ക് 16 ഇൻറ്റു 5 ചെയ്യുക. അപ്പോൾ 16 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 80 കിട്ടും. ഇനി ആ 500 ബാക്കിയുള്ള 2 പൂജ്യം കൂടെ എടുത്താൽ എഴുതിയാൽ മതി. അപ്പോൾ 8000 ജൂൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത ഓർ ക്വസ്റ്റിനെക്കാട്ടിലും ഇത് കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇതായിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 9ന്റെ B ഓർ ക്വസ്റ്റ്യൻ ആണ്. ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 4 കിലോഗ്രാം ഈസ് അറ്റ് റെസ്റ്റ്. ആൻ ഒബ്ജക്റ്റ്, ഒരു വസ്തു, ഓഫ് മാസ്. അപ്പോൾ അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്, M തന്നിട്ടുണ്ട്. നമുക്ക് എത്രയെന്ന് എഴുതാം? 4 കിലോഗ്രാം എന്ന് എഴുതാം. M = 4 കിലോഗ്രാം എന്ന് എഴുതി. ഈസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വിശ്രമിച്ചിരിക്കുക. അതായത് അവിടെ ചലനം, മൂവ്മെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ റെസ്റ്റിലായിരിക്കുമ്പോൾ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി എത്രയെന്ന് എഴുതാം? U. ഇനിഷ്യൽ വെലോസിറ്റി U = 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ്. ഇനി നമ്മൾ എന്താണ്? അതിനകത്തൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, ഒരു ബലം പ്രയോഗിക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഇറ്റ്സ് വെലോസിറ്റി ബിക്കം 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോഴത്തേനും അതിൻ്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നത്, പിന്നെ എന്ത് ചെയ്തു? വെലോസിറ്റി മാറി 20 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി V കിട്ടി. എന്തെഴുതാം? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് അവിടെ നിന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ 40 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും കിട്ടി, എസ് കിട്ടി, 40 മീറ്റർ എന്ന് അതും കിട്ടി, അതെടുത്ത് എഴുതാം. ഓക്കെ, ഇനി എന്താ ചോദിക്കുന്നത്? ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. F = MA എന്ന് എഴുതുക. മാസ് ഇവിടെ തന്നിട്ടുണ്ട് 4 എന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആക്സിലറേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ വെക്കണം. അപ്പോൾ തന്നിട്ടുള്ള എന്താണ്? യുവും തന്നിട്ടുണ്ട്, വിയും തന്നിട്ടുണ്ട്, എസും തന്നിട്ടുണ്ട്, എമ്മും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അത് വെച്ച് A എങ്ങനെ കണ്ടുപിടിക്കാം? അതിനൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ്?
വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അതിൽ വി സ്ക്വയറിന്റെ സ്ഥാനത്ത് വി നമ്മൾ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ 20 തന്നിട്ടുണ്ട്. അപ്പോൾ 20 സ്ക്വയർ ഇസ് ഈക്വൽ ടു യു എത്രയാണ്, 0, ഇനിഷ്യൽ വെലോസിറ്റി 0, അപ്പോൾ 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ആണ്, നമുക്ക് അറിയത്തില്ല. അപ്പോൾ എ അതുപോലെ തന്നെ എഴുതുക, എ ഇൻറ്റു എസ് തന്നിട്ടുണ്ട് 40 മീറ്ററിന്, അപ്പോൾ എസിന്റെ സ്ഥാനത്ത് 40 കൊടുക്കുക. ഇനി 20യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്, 2ന്റെ സ്ക്വയർ 4, 0ന്റെ സ്ക്വയർ എത്രയാണ്, 2 0, അപ്പം 400 എന്ന് കിട്ടും. ഈക്വൽ ടു ബാക്കി 0 സ്ക്വയർ 0 തന്നെ, അത് നമ്മൾ എടുക്കത്തില്ല. പിന്നെ ബാക്കി എന്താണ്, 2 ഇൻറ്റു 40 ചെയ്യുക. 2 ഇൻറ്റു 40 ചെയ്യുമ്പോൾ 4 2 8, 8ന്റെ കൂടെ ഒരു 0, അപ്പോൾ 80a. പിന്നെ ബാക്കിയുള്ള 80a ആണ്. അപ്പോൾ അതിന് നമുക്ക് എ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എയുടെ കൂടെ കണക്കുന്ന എത്രയാണ്, 80. അപ്പോൾ 80 നമ്മൾ എന്ത് ചെയ്യണം, അത് ഗുണിച്ചിരിക്കുന്നതിന് നമ്മൾ സമത്തിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആയിപ്പോ മാറും. ഓക്കെ, അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 80 എന്ന് എഴുതാം. അപ്പം മുകളിലത്തെ ഒരു 0 ക്യാൻസൽ ചെയ്യും, താഴത്തെ ഒരു 0 ക്യാൻസൽ ആവും, ബാക്കി 40/8 എന്ന് കിട്ടും. അപ്പോൾ 40 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നിൽ 8 ചെയ്യുക, 8 5 40 എന്ന് കിട്ടും. 8ന്റെ ടേബിൾ 5 പ്രാവശ്യം പറയുമ്പോഴാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് 40 ഡിവൈഡ് ബൈ 8 എന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് 5 കിട്ടും. അപ്പൊ ആക്സിലറേഷൻ കിട്ടി, എ കിട്ടി, 5 എന്നുള്ള കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അല്ലെ. അപ്പൊ ഫോഴ്സ് F ഇസ് ഈക്വൽ ടു മാസിന്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുക്കും, ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിച്ച് 5. അപ്പോൾ 4 ഇൻറ്റു 5 എത്രയാ, 20, 5 4 20, 20 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. ആ ഫോഴ്സ് എടുത്തിട്ട് കൊടുത്താൽ മതി. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ എഫിന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കും, 20 കൊടുക്കും. ഇൻറ്റു എസ് നമ്മൾ അവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് 40 മീറ്റർ ആണ്. അപ്പോൾ എത്ര കിട്ടും, 20 ഇൻറ്റു 40 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, 4 2 8 ചെയ്യാം, പിന്നെ ആ ബാക്കി 2 0, അപ്പോൾ 800 ജൂൾ, അല്ലെങ്കിൽ നമുക്ക് ന്യൂട്ടൺ മീറ്റർ എന്നും കൊടുക്കാം യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ആൻസർ. ക്ലിയർ. ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്ജക്ട്സ് മേ ഫോൾ ഡൗൺ. അപ്പോൾ വസ്തുക്കൾ താഴെ വന്ന് വീഴാം അല്ലേ. സം ഓഫ് ദം മേ ബി ഇൻ ഫ്രീ ഫോൾ. അപ്പോൾ അതിലേക്ക് ചിലത് ഫ്രീ ഫോൾ എന്താണ് ഫ്രീ ഫോൾ. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ഫ്രീ ഫോൾ? എന്താണ് ഫ്രീ ഫോൾ എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്നാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേജ് നമ്പർ 83 പോവാം. അവിടെ 83 ഫ്രീ ഫോൾ ആൻഡ് വെയ്റ്റ്ലെസ്നെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അവിടെ നമുക്ക് ഒരു യെല്ലോ ഷെയ്ഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഫ്രീ ഫോൾ എന്ന്, അതങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, എന്താണ്, ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് അലൗഡ് ടു ഫോൾ ഫ്രീലി ഫ്രം എ ഹൈറ്റ്. അപ്പോൾ ഒരു ഹൈറ്റിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് ഒരു വസ്തു എന്താണ് ഫ്രീ ആയിട്ട് അങ്ങ് വീഴുവാണ്. ഓക്കെ, ഇറ്റ് വിൽ ഫോൾ ടു ദ ഗ്രൗണ്ട് ഓൺലി അണ്ടർ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത്. അപ്പോൾ ഇത് എങ്ങനെയാണ് താഴോട്ട് വന്ന് വീഴുന്നത്, അതിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത്, ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്. സച്ച് എ മോഷൻ ഈസ് കോൾഡ് ഫ്രീ ഫോൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മോഷനെയാണ്, ഒരു ചലനത്തിനെയാണ് നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എയുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യൻ, the apparent weight of a freely falling body is 0. Why? The apparent weight of a freely falling body. അപ്പോൾ ഫ്രീലി ഫോൾ ചെയ്യുന്നപ്പോൾ ഇപ്പോൾ നമുക്ക് കല്ല്, അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ കല്ല് നമ്മൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുമ്പോൾ വെയിറ്റ് ഉണ്ട്, പക്ഷെ അതിങ്ങനെ താഴെ വന്ന് വീഴുമ്പോൾ അതിനത്ര വെയിറ്റ് ആയിട്ട് അനുഭവപ്പെടത്തില്ല. അതങ്ങ് തന്നെ അങ്ങ് ഫ്രീലി ഫോളിങ് ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും, വെയിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ വെയ്റ്റ്ലെസ് അല്ലേ, ഭാരം ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത ഒരു പേരെ വായിച്ചാൽ മതി. അവിടെ നിന്ന് കുറച്ച് ഞാൻ റെഡിങ് ചെയ്ത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, എ ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റ് ഹാസ് ആക്സിലറേഷൻ. അപ്പോൾ ഒരു ഫ്രീലി ഫോൾ ചെയ്യുന്ന ബോഡിക്ക് ആക്സിലറേഷൻ, ത്വരണം ഉണ്ടായിരിക്കും. ദ ഫോഴ്സ് റിക്വയർഡ് ഫോർ ആക്സിലറേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ദ ഫോഴ്സ് റിക്വയർഡ് ഫോർ ആക്സിലറേഷൻ, അപ്പോൾ ഈ ആക്സിലറേഷന് വേണ്ടുന്നുള്ള ഫോഴ്സ്, ബലം ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ഗുരുത്വാകർഷണ ബലം. ഓക്കെ, അതാണ് അവിടെ ആ ആക്സിലറേഷന് വേണ്ടുന്നുള്ള ഫോഴ്സ് കൊടുക്കുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയാണ്. ഇഫ് ദ എൻറ്റയർ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ആക്സിലറേഷൻ, അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫുള്ളായിട്ടും ഈ ആക്സിലറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ദ ഒബ്ജക്റ്റ് വിൽ ബി വെയ്റ്റ്ലെസ്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒബ്ജക്റ്റ് വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയാൻ കാരണം. എന്നിട്ട് ദിസ് ഈസ് ദ റീസൺ വൈ ദ അപ്പാരന്റ് വെയിറ്റ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി ഈസ് 0 എന്ന് പറഞ്ഞങ്ങ് എഴുതി വെച്ചാൽ മതി, നമുക്ക് ആൻസർ ആയി. ഓക്കെ, ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, എ പേഴ്സൺ സൈക്ലിംഗ് ഇൻ എ വെൽ ഓഫ് ഡെത്ത്.
വെൽ ഓഫ് ഡെത്ത് അറിയാലോ, മരണക്കിണർ എന്ന് പറയും. ഇങ്ങനെ റൗണ്ടിൽ സൈക്കിൾ ഇങ്ങനെ ചെയ്തില്ലേ അത്. ഓക്കെ, സൈക്കിൾ ചവിട്ടില്ല അത്. എ പേഴ്സൺ സൈക്ലിംഗ് ഇൻ എ വെൽ ഓഫ് ഡെത്ത് ഈസ് ഏബിൾ ടു മെയിൻറ്റെയിൻ ദാറ്റ് പാത്ത്. അപ്പോൾ നമുക്കറിയാം ഈ സൈക്കിൾ ഇങ്ങനെ റൗണ്ടിൽ ആ പാത്ത് ഇങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എക്സ്പേർട്ടായിരിക്കും ആ സൈക്കിൾ ചവിട്ടുന്ന ആൾക്ക് അല്ലേ. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്? അപ്പോൾ എന്താണ് അർത്ഥം? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേജ് നമ്പർ 84 പോയാൽ മതി. അവിടെ ഞാൻ റെഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ. നമുക്കറിയാം ആക്സിലറേഷൻ, ത്വരണം എന്ന് പറയുന്നത് വെലോസിറ്റി, പ്രവേഗത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ നിരക്കാണ്. ഓക്കെ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ. Acceleration of an object moving along a circular path is centripetal acceleration. ഓക്കെ, അപ്പോൾ ഇനി ആക്സിലറേഷൻ ഓഫ് ഒബ്ജക്റ്റ് മൂവിങ് എലോങ് എ സർക്കുലർ പാത്ത്. അപ്പോൾ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫോഴ്സ് റിക്വയർഡ് ഫോർ ദിസ് ആക്സിലറേഷൻ. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷന് വേണ്ടിയിട്ട് ആവശ്യമായ ബലത്തിനെയാണ്, ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇനി അപ്പോൾ അതെഴുതിയാൽ മതി. ബി ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് അണ്ടർ ഗോയിങ് യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ സ്റ്റേറ്റ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണെന്ന് പറയണം. അണ്ടർ ഗോയിങ് യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനിലായിരിക്കുമ്പോൾ ആ ഒരു വസ്തുവിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കവിടെ ആ പേജിൽ തന്നെ ആ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 4.6 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഒന്നിൽ ആ ഫിഗർ വരച്ച് വയ്ക്കാം. എന്താ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ആ ടാൻജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഞാൻ മുകളിൽ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, എലോങ് ദ ടാൻജൻറ്റ് എന്ന് എഴുതാം. എലോങ് ദ ടാൻജൻറ്റ് എന്ന് എഴുതിയ ആൻസറായി. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ സെക്ഷൻ സിയിലേക്ക് കിടക്കുവാണ്. ആൻസർ ക്വസ്റ്റ്യൻസ് ഫ്രം 12 to 17. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 സ്കോർ. അപ്പോൾ 12 മുതൽ 17 വരെയുള്ള ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. ക്വസ്റ്റ്യൻസ് 14 and 15 ഹാവ് ചോയ്സസ്. അതിൽ 14ഉം 15ഉം ഓർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എയും ബിയും പാർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ 12ാമത്തെ ക്വസ്റ്റ്യനിൽ പോവാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സം മീഡിയംസ് ആർ ഗിവൺ ബിലോ ഇൻ ദ ടേബിൾ. അപ്പോൾ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിനകത്ത് കുറച്ച് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് മീഡിയം? ക്രൗൺ ഗ്ലാസ്, ഗ്ലിസറിൻ, സൺഫ്ലവർ ഓയിൽ, വാട്ടർ, ഫ്ലിൻറ്റ് ഗ്ലാസ്, ഇതൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂസ് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മീഡിയം ഗിവൻ ദ ടേബിൾ ഡസ് ലൈറ്റ് ട്രാവൽ ഫാസ്റ്റസ്റ്റ്? ഇൻ വിച്ച് മീഡിയം? ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന മീഡിയത്തിൽ, ഗിവൻ ഇൻ ദ ടേബിൾ, തന്നിരിക്കുന്ന ടേബിളിലെ മീഡിയത്തിൽ ഡസ് ലൈറ്റ് ട്രാവൽ ഫാസ്റ്റസ്റ്റ്. അപ്പം ലൈറ്റ് വേഗത്തിൽ ട്രാവൽ ചെയ്യുന്ന ഏത് മീഡിയത്തിൽ കൂടെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിന് വേണ്ടിയിട്ട് നമ്മൾ അല്ലാതെ പഠിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 12 പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുവാ പറഞ്ഞിരുന്നത്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ എ മീഡിയം ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ സ്പീഡ് കൂടണമെങ്കിലോ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഹയർ ഇൻ എ മീഡിയം ഓഫ് ഹയർ ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നായിരിക്കും, അല്ലേ? നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഈ മീഡിയത്തിൽ ഏതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവെന്ന് നോക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് ഏതാണ്? 1.33. വാട്ടറിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഏതിനാണ് കൂടുതലെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ആൻസർ ഏതാണ്? വാട്ടർ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, എ റേ ഓഫ് ലൈറ്റ് എൻഡേഴ്സ് ഒബ്ലീക്ലി ഫ്രം സൺഫ്ലവർ ഓയിൽ ടു ഗ്ലിസറിൻ അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ നമ്മൾ നോക്കുക, അപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് ഉണ്ട്, സൺഫ്ലവർ ഓയിലിൽ നിന്ന് ഗ്ലിസറിനിൽ 30 ഡിഗ്രി ആംഗിളിൽ പോവാണ്. അപ്പോൾ അത് കാണുമ്പോഴേ നമ്മൾ നോക്കുക, സൺഫ്ലവർ ഓയിലിൻ്റെ ടേബിൾ നോക്കുക. സൺഫ്ലവർ ഓയിലിൻ്റെ
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1.47. ഗ്ലിസറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? 1.47. അപ്പോൾ രണ്ടിൻ്റെയും സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്ന് ഓർത്തോണം. എന്നിട്ട് ബാക്കി എന്താ ചോദിക്കുന്നത്? വാട്ട് വിൽ ബി ദ ആംഗിൾ അറ്റ് വിച്ച് ഇറ്റ് പാസസ് ത്രൂ ഗ്ലിസറിൻ. അപ്പോൾ ഇത് ഗ്ലിസറിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ എത്രയായിരിക്കും ആംഗിൾ? ആദ്യം 30 ഡിഗ്രി ആയിരുന്നെങ്കിൽ ഗ്ലിസറിനിൽ കൂടെ പാസ് ചെയ്യുമ്പോഴും എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? രണ്ടിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്, 1.47 ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ ആ ഇൻക്ലിനേഷൻ, ആ ആംഗിള് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, രണ്ട് മീഡിയത്തിൽ കൂടെ. അപ്പോൾ 30 ഡിഗ്രിയിലൂടെ കൂടെ സൺഫ്ലവർ ഓയിലിൽ 30 ഡിഗ്രി ആണെങ്കിൽ ഗ്ലിസറിലും 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? 30 ഡിഗ്രി എന്ന് എഴുതാം. എന്നിട്ട് റീസൺ എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തെഴുതാം? ബോത്ത് ഹാവ് സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ രണ്ടിനും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, അതുകൊണ്ടാണ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ അപ്രോപ്രിയേറ്റ് ലോ അസോസിയേറ്റഡ് വിത്ത് ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. അപ്പോൾ റൈറ്റ് ഡൗൺ എഴുതുക, ദ അപ്രോപ്രിയേറ്റ് ലോ. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള നിയമം അസോസിയേറ്റഡ് വിത്ത് ദ ഫോളോയിങ് സിറ്റുവേഷൻ. താഴെ കുറച്ച് സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് നിയമം, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻസിന് ഏത് ലോ ആണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നതെന്ന് ഏത് ലോ എന്ന് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നോക്കാം. ഗ്യാസസ് അറ്റ് ഹൈ പ്രഷർ കമ്മിങ് ഔട്ട് ഫ്രം ദ കമ്പഷൻ ചാമ്പേഴ്സ് ഓഫ് റോക്കറ്റ് കോസസ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. അപ്പോൾ നമ്മളിത് പഠിച്ചായിരുന്നു. ഇത് എവിടെയാണ് പഠിച്ചത്? ഇത് വേറൊന്നും നോക്കണ്ട, ഇതേത് ഭാഗത്താണ് പഠിച്ചതെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഗ്യാസസ് അറ്റ് ഹൈ പ്രഷർ നോക്കി നമുക്ക് നോക്കാം. പേജ് നമ്പർ 69 എടുത്ത് നോക്കി. പേജ് നമ്പർ 69 ആ റോക്കറ്റിന്റെ ഫിഗറൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ റെഡിങ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കിലോട്ട് തൊട്ട് ബാക്കിലത്തെ പേജ് നോക്കുമ്പോൾ നമ്മൾ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ അവിടെയാണ് ഇത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. അതായത് ഗ്യാസസ് അറ്റ് ഹൈ പ്രഷർ കമ്മിങ് ഔട്ട് ഫ്രം ദ കമ്പഷൻ ചാമ്പേഴ്സ് ഓഫ് റോക്കറ്റ് കോസസ് റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് പഠിച്ചത്? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനിലാണ് പഠിച്ചത്. ഓക്കെ, അടുത്ത ബി. When a bus moves forward suddenly from rest, the standing passengers tend to fall backward. അപ്പോൾ നമ്മൾ ഇതും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതെവിടെയാണ് പഠിച്ചിരുന്നത്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനകത്ത് പഠിച്ചതാണ്. അതിനുവേണ്ടി പേജ് നമ്പർ 61 പോയാൽ മതി. അവിടെ കണ്ടോ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടേബിളിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. വെൻ എ ബസ് മൂവ്സ് ഫോർവേഡ് സഡൻലി, അപ്പം ബസ് ഫ്രണ്ടിലോട്ട് പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്കും നിൽക്കുന്ന പാസഞ്ചേഴ്സ് എന്ത് ചെയ്യും? ഒരു ബാക്കിലോട്ട് ഇങ്ങനെ വലിയുള്ള ഒരു ടെൻഡൻസി കാണിക്കുമെന്ന് പഠിച്ചു. അത് ഏതിനകത്താണ് വരുന്നത്? ആ പേജിൽ നിന്ന് ബാക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം അതെവിടെയാണ്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനിലാണ് നമ്മളിതൊക്കെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ആൻസർ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അടുത്തത് ഡ്യൂറിങ് എ പോൾ വാൾട്ട് ജമ്പ്. നമ്മൾ പഠിച്ചു പോൾ വാൾട്ട് ജമ്പ് ഒക്കെ പഠിച്ചത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷനിലാണ്, അല്ലേ? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിലാണ്. പേജ് നമ്പർ 67 എടുത്താൽ എ ഫോം ബെഡ് ഈസ് പ്ലേസ്ഡ് ഇൻ എ പോൾ വാൾട്ട് പിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വരുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിലാണ്. ഓക്കെ, ആ അത്ലറ്റിന്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫോം ബെഡിൽ വീഴുമ്പോൾ കുറയും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യനിലാണ് പോകുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് 14ന്റെ എ ക്വസ്റ്റ്യൻ പോവാം. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ ലൂണാർ സർഫസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1/6 ടൈംസ് ദാറ്റ് ഓഫ് എർത്ത്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ ലൂണാർ സർഫസ് മീൻസ് അത് നമ്മുടെ ലൂണാർ സർഫസിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/6 ടൈംസ് ദാറ്റ് ഓഫ് എർത്ത്. അപ്പോൾ എർത്തിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ 1/6 ടൈംസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എ ക്വസ്റ്റ്യൻ നോക്കാം. What is the weight of an object on the earth if its mass is 18 kilogram? Okay, what is the weight of an object? ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? ഭൂമിയിൽ അതിന്റെ ആ വസ്തുവിന്റെ ഭാരം എത്രയാണ്? എപ്പോൾ? if its mass is 18 kilogram. അപ്പോൾ ഭൂമിയിൽ അതിന്റെ മാസ് 18 കിലോഗ്രാം ഭാരമാണെങ്കിൽ അതിന്റെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിനു മുമ്പ് ഇവിടെ ഒരു ഹിന്റ് കൂടെ തന്നിട്ടുണ്ട്. ഗ്രാവിറ്റി ഓൺ എർത്ത് തന്നിട്ടുണ്ട്, 10 m/s² എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കും? വെയിറ്റ് ഓഫ് എൻ എർത്ത്, വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? അതിന് വേണ്ടിയിട്ട് നമുക്ക് പേജ് നമ്പർ 82 പോവാം. അവിടെ നമ്മൾ വെയിറ്റിനെ കുറിച്ചും മാസിനെ കുറിച്ചും വെയിറ്റിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അവിടെ വെയിറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആ കോളത്തിനകത്ത് കാണാം. mg റെഡിങ് കൊടുത്തിട്ടുണ്ട്. W = mg എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ m എന്ന് പറഞ്ഞാൽ മാസും g എന്ന് വെച്ചാൽ ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ m എത്രയാണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എത്രയാണ്? 18 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ m 18 എന്ന് എടുക്കുക. പിന്നെ ഗ്രാവിറ്റി ഓൺ എർത്ത്
എത്ര 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ഓൺ ദ എർത്ത് mg ഈക്വൽ ടു mg എന്ന് എഴുതിയിട്ട് എമ്മിൻ്റെ സ്ഥാനത്ത് 18 കൊടുക്കുക, 18 ഇൻറ്റു g 10 കൊടുക്കുക. 18 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ന്യൂട്ടൺ എന്ന് കിട്ടും. അതാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദിസ് ഒബ്ജക്റ്റ് ഈസ് ടേക്കൺ ടു ദ സർഫസ് ഓഫ് ദ മൂൺ. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ, ഈ വസ്തുവിനെ നമ്മൾ എന്താണ് മൂണിൻ്റെ, ചന്ദ്രൻ്റെ ഉപരിതലത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. വാട്ട് വിൽ ബി ഇറ്റ്സ് മാസ് ആൻഡ് വെയിറ്റ്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാസും വെയിറ്റും എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു മാസ് എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിൽ, പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും മാസ് സെയിം ആയിരിക്കും. ഓക്കെ, ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ആ പേജ് നമ്പർ 82 തന്നെ അവസാനം കൊടുത്തിട്ടുണ്ട്, ദ മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് റിമെയിൻസ് ദ സെയിം എവരിവെയർ ഇൻ ദ യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിലെ എല്ലായിടത്തും മാസ് എന്ന് വെച്ചാൽ റിമെയിൻസ് സെയിം ആയിരിക്കും, മാസ് എല്ലായിടത്തും സെയിം ആയിരിക്കും. അപ്പോൾ ആ ഒരു ലൈൻ അങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കാം? വെയിറ്റ് ഓൺ എന്താണ്? വെയിറ്റ് ഓൺ മൂൺ കണ്ടുപിടിക്കണം അല്ലേ? വെയിറ്റ് ഓൺ മൂൺ കണ്ടുപിടിക്കാനും ഇക്വേഷൻ W=mg തന്നെയാണ്, പക്ഷേ g എടുക്കുമ്പോൾ ഗ്രാവിറ്റി ഓൺ മൂൺ, അപ്പോൾ മൂണിലെ ഗ്രാവിറ്റിയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മൂണിലെ ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടില്ല, പക്ഷേ ഒരു ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എർത്തിലെ ഗ്രാവിറ്റീൻ്റെ 1/6 ടൈംസ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ആദ്യമേ തന്നിട്ടുണ്ട്. അപ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റി നമ്മൾ എത്രയാണ് പഠിച്ചു? 10 ആണ്. അപ്പോൾ 10 ഇൻറ്റു 1/6 ആയിരിക്കും ഗ്രാവിറ്റി ഓൺ മൂൺ എന്ന് പറഞ്ഞത്. അപ്പോൾ മാസിൻ്റെ സ്ഥാനത്ത് സെയിം തന്നെയാണ് 18 എഴുതുക. അപ്പോൾ ജി അല്ലേ, ഗ്രാവിറ്റി ഓൺ മൂൺ എന്ന് വെച്ചാൽ 1/6 ടൈംസ് ഓഫ് ദ എർത്ത് ആണ്, ഗ്രാവിറ്റി ഓൺ എർത്ത് ആണ്. ഓക്കെ, അപ്പോൾ 1/6 ഇൻറ്റു നമ്മൾ ഗ്രാവിറ്റി ഓൺ എർത്ത് നേരത്തെ പഠിച്ചു 10 എന്ന് ചെയ്യും, അപ്പോൾ 10/6 എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ഓൺ മൂൺ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? 18 മാസ് ഇൻറ്റു ജി അല്ലേ, മാസ് എത്ര? 18 ഇൻറ്റു ജി ഓൺ മൂൺ എത്ര എടുക്കും? 10/6 എന്ന് എടുക്കും. അപ്പോൾ 18 ഇൻറ്റു 10 എന്താവും? 180 ആവും. 180 ഡിവൈഡ് ബൈ 6 എന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് 180 ഒന്നിൽ നമുക്ക് 180 ഡിവൈഡ് ബൈ 6 എന്ന് വെച്ച് ഡിവൈഡ് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വെട്ടി ചെയ്യാൻ പറ്റും അല്ലേ? ഇതാ 6ഉം 18ഉം വെട്ടി ചെയ്യാൻ പറ്റും. 6ൻ്റെ ടേബിൾ പറഞ്ഞാൽ നമുക്ക് 18 കിട്ടും. 6ൻ്റെ ടേബിൾ ഒരു പ്രാവശ്യം പറയുമ്പോൾ 6, 3 പ്രാവശ്യം പറയുമ്പോൾ 18. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യും. മുകളിൽ 18നെ വെട്ടി 3 എന്ന് എഴുതും. അപ്പോൾ 3 മാസ് 0 കൂടെ ആകുമ്പോൾ 30. അപ്പോൾ 30 ന്യൂട്ടൺ എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ ഓർ ക്വസ്റ്റ്യൻ 14b എന്താണ്? അതിൻ്റെ എ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്? അപ്പോൾ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്? ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂമിയുടെ കേന്ദ്രത്തിൽ, അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത്. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണെന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിത് പരിചയപ്പെട്ടിട്ടുണ്ട്. പേജ് നമ്പർ 83 പോകാം. അവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലേ, ഏതാ വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് വെയിറ്റ് ബിക്കംസ് 0. അപ്പോൾ സെൻറ്റർ ഓഫ് ദ എർത്തിൽ വെയിറ്റ് 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിക്കോസ് എന്താണ്? ബിക്കോസ് ദയർ ജി ഈസ് ഈക്വൽ ടു 0, അതായത് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ 0 ആണ്, അതുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്? അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ്, എന്തൊക്കെ ഘടകങ്ങളാണ് ദാറ്റ് ഇൻഫ്ലുവൻസ്, സ്വാധീനിക്കുന്നത്, ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഒരു വസ്തുവിൻ്റെ ഭാരത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെന്ന്. അപ്പോൾ നമുക്ക് വെയിറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ മതി അല്ലേ? വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താ പറയുന്നത്? B82 ഇപ്പുറത്ത് പറയുന്നുണ്ട്. 82 പറയുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ്. അപ്പോൾ മാസിനെയും ഗ്രാവിറ്റിനെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് എന്ന് പറയാം? മാസ് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് അതിൽ നിന്ന് എടുത്തതാണ്. ഇനി സി ക്വസ്റ്റ്യൻ പറയാണ്, ഇൻ വിച്ച് റീജിയൻ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഡസ് എ ബോഡി എക്സ്പീരിയൻസ് മാക്സിമം വെയിറ്റ്? അപ്പോൾ ഇൻ വിച്ച് റീജിയൻ, ഏത് പ്രദേശത്തിലാണ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏത് പ്രദേശത്താണ്, ഏത് റീജിയനിലാണ് ഡസ് എ ബോഡി എക്സ്പീരിയൻസ് മാക്സിമം വെയിറ്റ്? അപ്പോൾ ഒരു ബോഡി അതിൻ്റെ മാക്സിമം വെയിറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഈ നമ്മുടെ എർത്ത് സർഫസിൽ എവിടെയാണെന്നാണ് ചോദ്യം. ഗീവ് റീസൺ. അപ്പോൾ അതിൻ്റെ കാരണവും പറയാനാണ്. അപ്പോൾ നമ്മളിത് പേജ് നമ്പർ 83 അതിന് മുകളിൽ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെയല്ല, വേറെ രീതിയിൽ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസറും ഇതിൻ്റെ ആൻസറും സെയിം ആണ്. എന്താണ്? ഈസ് ആൻ ഒബ്ജക്ട് ഹെവിയർ അറ്റ് ദ പോൾസ് ഓർ അറ്റ് ദ ഇക്വേറ്റർ? അപ്പോൾ ഇക്വേറ്ററിലാണോ പോൾസിലാണോ ഹെവിയർ, ഭാരം കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ പഠിച്ചായിരുന്നു. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം പോൾസിലാണ് ഭാരം കൂടുതൽ. പോൾസ് ധ്രുവങ്ങളിൽ അവിടെ
എന്താണ് റേഡിയസ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ തന്നെയാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ എങ്ങനെ എഴുതാം? അറ്റ് ദ പോൾസ്. എവിടെ നിന്ന് എഴുതാം? അറ്റ് ദ പോൾസ്, ധ്രുവങ്ങളിലാണ്. ധ്രുവങ്ങൾ എന്ന് പറയാറിയല്ലോ, നോർത്ത് പോളും സൗത്ത് പോളും അല്ലേ. ഇറ്റ് ഈസ് ബിക്കോസ്, ഇത് എന്തുകൊണ്ടെന്നാൽ ആർ ഈസ് ലെസ് അറ്റ് ദ പോൾസ് അല്ലേ. നമുക്ക് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് അങ്ങ് ദൂരെ അകലെയാണ്. അപ്പോൾ അവിടെ റേഡിയസ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ കുറവാണ്. ലെസ് അറ്റ് ദ പോൾസ് ആൻഡ് ദ വാല്യൂ ഓഫ് ജി. അപ്പോൾ അവിടുത്തെ ജിയുടെ വാല്യൂ എന്താണ്? കൂടുതൽ. നമ്മൾ പഠിച്ചു ഭൂമിയുടെ സെൻറ്ററിൽ ജി 0 ആണ്. അപ്പോൾ പോൾസിൽ വരുമ്പോൾ ജിയുടെ വാല്യൂ കൂടും. സോ വെയിറ്റ് ഈസ് മോർ, അതുകൊണ്ട് തന്നെ ഭാരം അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ പോൾസിലാണ് ആൻസർ. ഓക്കെ, അത് നമ്മുടെ പേജ് നമ്പർ 83 നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതും ആൻസറായി. ഇനി അടുത്ത് 15A ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 15A എന്ന് പറയുന്നത് പേജ് നമ്പർ 103 പോയാൽ മതി. ഈ ക്വസ്റ്റ്യൻ വള്ളി പുള്ളി തെറ്റാതെ അതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഇഫ് ആൻ ഒബ്ജെക്ട് വെയ്സ് 0.45 കിലോഗ്രാം വെയിറ്റ് ഇൻ എയർ ആൻഡ് 0.31 കിലോഗ്രാം വെയിറ്റ് വെൻ ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ, ഫൈൻഡ് ദ ഫോളോയിങ്. അങ്ങനെയാണ്. അപ്പോൾ എന്താണ്? ഇഫ് ആൻ ഒബ്ജെക്ട് വെയ്സ്, അപ്പോൾ ഒരു വസ്തുവിന്റെ ഭാരം എന്താണ്? എയർ, വായുവിൽ 0.45 കിലോഗ്രാം വെയിറ്റും ആണെങ്കിൽ ആൻഡ് 0.31 കിലോഗ്രാം വെയിറ്റ് വെൻ ഫുള്ളി ഇമേഴ്സ്ഡ്. അപ്പോൾ വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയാണ്? 0.31 കിലോഗ്രാം വെയിറ്റ് ആണ്. ഫൈൻഡ് ദ ഫോളോയിങ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? എ, ആ സെയിം തന്നെയാണ് അവിടെയും ചോദിച്ചിരിക്കുന്നത്. ദ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദ ഒബ്ജെക്റ്റ്. അപ്പോൾ ആ വസ്തുവിൻ്റെ ഭാരത്തിലുണ്ടായ നഷ്ടം എത്രയാണെന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ മതി? സിമ്പിൾ അല്ലേ. ആ 0.45 0.31 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 0.14 കിലോഗ്രാം വെയിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ബയൺ ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം ബയൺ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ബയൺ ഫോഴ്സ് നമ്മുടെ മുകളിലോട്ട് കൊടുക്കുന്ന ഒരു ബലമാണ്. അപ്പോൾ ആ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ 0.14 കിലോഗ്രാം വെയിറ്റ് അല്ലെങ്കിൽ 0.14 ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു 0.14 ഇൻറ്റു 9.8 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1.372 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അത് എഴുതാം. ഇനി വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്തായിരിക്കും? ആ എത്ര നഷ്ടം ഉണ്ടായോ അതല്ലേ. അപ്പോൾ 0.14 kgWT എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ഓർ ക്വസ്റ്റ്യൻ ആണ് 15ന്റെ B. എ ഷിപ്പ് സിങ്സ് മോർ വെൻ ഇറ്റ് എൻറ്റേഴ്സ് എ റിവർ ഫ്രം എ സീ. അപ്പോൾ എ ഷിപ്പ്, ഒരു കപ്പൽ സിങ്സ് മുങ്ങുന്നു, മോർ കൂടുതൽ മുങ്ങുന്നു, വെൻ ഇറ്റ് എൻറ്റേഴ്സ് എ റിവർ. അപ്പോൾ ഒരു നദിയിൽ പ്രവേശിക്കുമ്പോൾ, എവിടുന്ന? ഫ്രം സീ. അപ്പോൾ ഒരു കടലിൽ നിന്ന് നദിയിലോട്ട് പ്രവേശിക്കുമ്പോൾ ഈ കപ്പൽ കൂടുതൽ മുങ്ങുന്നു. സിൻസ് ദ ഡെൻസിറ്റി ഓഫ് റിവർ വാട്ടർ ഈസ് ലെസ്. എന്താണ്? അതായത് ഡെൻസിറ്റി ഓഫ് റിവർ വാട്ടർ, അപ്പോൾ നദിയുടെ വാട്ടറിന്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഇത് കടലിൽ നിന്ന് റിവറിലോട്ട് കയറുമ്പോൾ കൂടുതൽ സിങ്ക് ആവുന്നു, എന്താണെന്ന് വെച്ചാൽ മുങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എ, വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ ബയൺ ഫോഴ്സ്. അപ്പോൾ ബയൺ ഫോഴ്സിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? എക്സ്പ്ലെയിൻ, വിവരിക്കാൻ. അപ്പോൾ ഇത് നമ്മൾ വേറൊരു രീതിയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 99 പോവുക. പേജ് നമ്പർ 99 നമ്മൾ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നത് എന്താണ്? അസ് എ ഷിപ്പ് മൂവ്സ് ഫ്രം ഫ്രഷ് വാട്ടർ ലേക്ക് ടു സീ. അപ്പോൾ നേരെ തിരിച്ച് ഫ്രഷ് വാട്ടറിൽ നിന്ന് സീയിലോട്ട് പോകുമ്പോൾ ഇറ്റ് റൈസസ് ഫർദർ. ഇത് കുറച്ചുകൂടെ പൊങ്ങുന്നു എന്നാണ്. അതായത് മുങ്ങുന്ന മാറി നേരെ തിരിച്ച് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസറിന് നേരെ തിരിച്ചെഴുതിയാൽ മതി നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ അതിന് എന്തായിരുന്നു ആൻസർ? ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ഗ്രേറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ. ദെൻ ഫ്രഷ് വാട്ടറിനെക്കാട്ടിലും ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ഗ്രേറ്റർ ആണെന്ന് പറഞ്ഞു. സോ ഷിപ്പ് എക്സ്പീരിയൻസ് മോർ ബയൺ ഫോഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചായതുകൊണ്ട് നമുക്ക് എങ്ങനെ ആ ആൻസറിനെ ഓപ്പോസിറ്റ് തിരിച്ചായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ബയൺ ഫോഴ്സ് റെഡ്യൂസ് ചെയ്യുന്നു. അവിടെ മോർ ആയിരുന്നു. അതായത് ഫ്രഷ് വാട്ടറിൽ നിന്ന് കടലിലോട്ട് പോകുമ്പോൾ ബയൺ ഫോഴ്സ് കൂടുതൽ. അപ്പോൾ കടലിൽ നിന്ന് നദിയിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ബയൺ ഫോഴ്സ് കുറയും. അപ്പം ആൻസർ ബയൺ ഫോഴ്സ് റെഡ്യൂസസ് എന്ന് പറയണം. എന്നിട്ട് എന്നിട്ട് ഇത് തന്നെ എഴുതിയാൽ മതി. അവിടെ തന്നിട്ടുള്ളത് തന്നെ എഴുതാം. സിൻസ് ദ ഡെൻസിറ്റി ഓഫ് റിവർ വാട്ടർ ഈസ് ലെസ് ദ ബയൺ ഫോഴ്സ് റെഡ്യൂസസ് എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം അതിൻ്റെ ആൻസറായി. ഇനി അടുത്ത B ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ അനദർ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ ബയൺ ഫോഴ്സ്. ബയൺ ഫോഴ്സിനെ സ്വാധീനിക്കുന്ന വേറെ ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേറെ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഇപ്പുറത്തെ പേജ് നമ്പർ 100 കൊടുത്തിട്ടുണ്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബയൺ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ആൻ ഒബ്ജെക്ട് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ആർ എന്ന് പറഞ്ഞ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പോൾ അതിവിടെ നമ്മൾ ഡെൻസിറ്റിയുടെ കാര്യം പറഞ്ഞായിരുന്നു. ഡെൻസിറ്റിയുടെ കാര്യം കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഏതാ എഴുതേണ്ടത്?
എഴുതേണ്ടത്? വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് അടുത്ത ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ പോകാം. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ സെയിൽ ഓഫ് മിൽക്ക് അഡൾട്ടേർഡ് വിത്ത് വാട്ടർ ഈസ് എ ക്രൈം, ഇറ്റ് ഈസ് ഓൾസോ എ സോഷ്യൽ മെനസ്. അപ്പൊ ഈ സെയിം സെന്റൻസ് തന്നെ നമുക്ക് പേജ് നമ്പർ 104 പോയാൽ കാണാൻ പറ്റും. ഡോണ്ട് യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ ക്രൈം ടു സെൽ അഡൾട്ടേർഡ് വാട്ടർ, അതായത് നമ്മൾ അഡൾട്ടേർഡ് വാട്ടർ ആഡഡ് മിൽക്ക്, അതായത് വെള്ളം ചേർത്ത് പാലിൽ കൂടുതൽ വെള്ളം ചേർത്ത് വിൽക്കുന്നത് അത് ക്രൈമാണെന്ന് അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹൗ വിൽ യു നോ ദാറ്റ് വാട്ടർ ഈസ് ആഡഡ് ടു മിൽക്ക്? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പിന്നെ ഈ മിൽക്കിൽ വെള്ളം ആഡ് ചെയ്തെന്ന് അറിയുന്നത്? വാട്ട് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ് നമ്മൾ ആൻസർ പഠിച്ചായിരുന്നു, ലാക്ടോമീറ്റർ അല്ലേ? ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മിൽക്ക്. അപ്പോൾ ഏത് ഉപകരണമാണ് ഈ റിലേറ്റീവ് ഡെൻസിറ്റി, മിൽക്കിൻ്റെ പാലിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ആൻസർ എന്താണ്? ലാക്ടോമീറ്റർ എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ഡൗൺ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കി പേജ് നമ്പർ ബാക്കിലോട്ട് വായിച്ചാൽ അറിയാം നമുക്ക് ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത സി, നെയിം അനദർ ഡിവൈസ് വർക്കിംഗ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതേ തത്വത്തിൽ പ്രവർത്തിക്കുന്ന വേറൊരു ഡിവൈസ്, വേറൊരു ഉപകരണത്തിൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. അത് തൊട്ട് മുകളിലായിട്ട് ഹൈഡ്രോമീറ്ററിൻ്റെ കേസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹൈഡ്രോമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എ പോർട്ടർ ഓഫ് ഹൈറ്റ് 1.5 മീറ്റർ lifts a suitcase of mass 15 kilogram from the ground and places it on his head. A porter നമുക്കറിയില്ല, ഭാരമൊക്കെ എടുക്കുന്ന, ഇങ്ങനെ പോർട്ടർ എന്ന് വെച്ചാൽ ഭാരമൊക്കെ എടുക്കുന്ന, നമ്മൾ ട്രെയിനിലൊക്കെ വരുമ്പോൾ പോർട്ടർ കാണത്തില്ലേ, നമുക്ക് ബാഗൊക്കെ വെയിറ്റ് ആണെങ്കിൽ ബാഗൊക്കെ എടുത്തുകൊണ്ട് തലയിൽ വെച്ച് തരും, കൊണ്ടുപോയി തരും, അതാണ് പോർട്ടർ. അപ്പോൾ എ പോർട്ടർ ഓഫ് ഹൈറ്റ് 1.5 മീറ്റർ ലിഫ്റ്റ്. അപ്പോൾ അയാളുടെ ഹൈറ്റ് എത്രയാണ്? 1.5 മീറ്റർ ഉണ്ട്. ലിഫ്റ്റ്സ് എ സ്യൂട്ട് കേസ്, അപ്പോൾ ഒരു സ്യൂട്ട് കേസ് ഉണ്ട്, അതിൻ്റെ മാസ് എത്ര പറഞ്ഞിട്ടുണ്ട്? 15 കിലോഗ്രാം, 15 കിലോ ഭാരമുള്ള ഒരു സ്യൂട്ട് കേസ് എടുക്കുകയാണ് ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് എടുത്തിട്ട് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ഹിസ് ഹെഡ്. അപ്പോൾ എന്നിട്ട് അതിന് എന്താണ്, അദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യാണ്, വെക്കുവാണ്. ഓക്കെ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ പോർട്ടർ എഗെയിൻസ്റ്റ് ദ വർക്ക് ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ അയാൾ ചെയ്ത വർക്ക് ഡൺ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റി എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അപ്പോൾ ഗ്രാവിറ്റി ഇവിടെ തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്. ഓക്കെ, സെക്കൻഡ് സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. പേജ് നമ്പർ 111 പോയാൽ മതി, 111 പോയാൽ മതി. അവിടെ ഫസ്റ്റ് കിടക്കുന്നുണ്ട് വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് ഒബ്ജക്ട്സ് എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ആ സെയിം ഇത് വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ വസ്തുക്കൾ എടുക്കുകയാണ്, എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റിക്ക് എതിരായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. W=mgh എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. W ആണ് കണ്ടുപിടിക്കേണ്ടത്, വർക്ക് ഡൺ കണ്ടുപിടിക്കണം. മാസ് തന്നിട്ടുണ്ട് 15 കിലോഗ്രാം. അപ്പോൾ 15 ഇൻറ്റു ജി തന്നിട്ടുണ്ട് 10 എന്ന് തന്നിട്ടുണ്ട്, ഇൻറ്റു ഹൈറ്റ് നമുക്ക് 1.5 മീറ്റർ. ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 15 ഇൻറ്റു 10 ഇൻറ്റു 1.5 എന്ന് കിട്ടും. അപ്പം എന്താണ്, നമുക്ക് 15 ഇൻറ്റു 10 ഇൻറ്റു 1.5 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ പോയിന്റ് മാറി 15 കിട്ടും. അപ്പോൾ നമുക്കിത് 15 ഇൻറ്റു 15 ചെയ്താൽ മതി, അത് 3 കൂടെ ഗുണിച്ചാൽ മതി. ഗുണിക്കുമ്പോൾ നമുക്ക് 225 ജൂൾ എന്നൊരു ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷൻ ഡി ആണ്. ഇതെല്ലാം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇനി 1 ക്വസ്റ്റ്യൻ ഈച്ച് ക്യാരീസ് 4 സ്കോർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഞാനിപ്പോൾ രണ്ടും പറയുന്നുണ്ട്. ഓക്കെ, 18ന്റെ എ നോക്കാം. ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഓഫ് മാസ് 500 gram ചേഞ്ചസ് ഫ്രം 65 മീറ്റർ പെർ സെക്കൻഡ് ടു 5 മീറ്റർ പെർ സെക്കൻഡ് ഓൺ അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് 20 ന്യൂട്ടൺ. അപ്പോൾ ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഓഫ് മാസ് 500 gram. അപ്പോൾ ഒരു ബോഡി ഓഫ് മാസ് ഉണ്ട്, ആ മാസിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള എടുത്തെഴുതാം. മാസ് തന്നിട്ടുണ്ട് 500 gram. അപ്പോൾ മാസ് എങ്ങനെ എഴുതാം? m=500 gram എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഗ്രാമിലാണ് തന്നിരിക്കുന്നത്, നമ്മൾ അതിന് എന്ത് ചെയ്യണം? കിലോഗ്രാമിലാക്കണം. അപ്പോൾ ഗ്രാമിനെ കിലോഗ്രാമിലാക്കാൻ ഗ്രാമിൽ തന്നിരിക്കുന്ന അളവിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 1000 ചെയ്യും. അപ്പോൾ നമുക്ക് 2 വെട്ടിപ്പോവും, ബാക്കി 5/10 എന്നാണ്. അപ്പോൾ നമുക്ക് 5/10 ആയതുകൊണ്ട് മുകളിൽ ഒരു പോയിന്റ്, ഒരു ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ 0.5 കിലോഗ്രാം എന്ന് മാസ് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ പറയുന്നത്? ചേഞ്ചസ് ഫ്രം 65 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 65 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അപ്പോൾ ഇനിഷ്യൽ ഏതാണ്? ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 65 മീറ്റർ പെർ സെക്കൻഡും വി എന്നുള്ളത്
5 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി v = 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുത്തു. ഇനി എന്താണ് അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് 20 ന്യൂട്ടൺ. അപ്പോൾ നമ്മളൊക്കെ അവിടെ ഫോഴ്സ് 20 ന്യൂട്ടൺ ആണ്. നമ്മൾ അവിടെ എഴുതുമ്പോൾ ഫോഴ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ട, ഫോഴ്സ് നമ്മൾ -20 എന്നാണ് എടുക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ആ 65 വെലോസിറ്റി എന്ന് വെച്ചാൽ വലിയതിൽ നിന്ന് ചെറിയ 65 നിന്ന് 5 പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ഫോഴ്സ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് F = -20 ന്യൂട്ടൺ എന്ന് കൊടുക്കാം. കാൽക്കുലേറ്റ് ദ ടൈം ഫോർ വിച്ച് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ ടൈം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടൈം ഫോർ വിച്ച് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അപ്പോൾ ആ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, നമുക്ക് ഇതിനുള്ള ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടും? നമുക്കതിന് വേണ്ടിയിട്ട് പേജ് നമ്പർ 65 പോകാം. അവിടെ നമുക്ക് ഈ സെയിം അല്ല വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്, പക്ഷെ നമുക്ക് ഈ ടിയുടെ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഒരു ലാസ്റ്റ് പ്രോബ്ലമിൽ F = ma, F = ma നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം, അതായത് mv-u/t. അപ്പോൾ F = mv-u/t എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ടി ആണ് ഇക്വേഷൻ. അപ്പോൾ എന്താണ്, നമുക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടി നമുക്ക് എഫിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോകും, എഫിന് നമുക്ക് ടീൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോകും. അപ്പോൾ എന്ത് കിട്ടും? T = m × v-u/f എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ T = ഇക്വേഷൻ കിട്ടി. T = m × v-u/f എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് m നമുക്കറിയാം 0.5 ഇൻറ്റു എന്താ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? v = 5 u എന്ന് പറഞ്ഞാൽ 65 ഡിവൈഡഡ് ബൈ -20. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? 0.5 ഇൻറ്റു 5 നിന്ന് 65 കുറയ്ക്കണം. അപ്പോൾ എന്താണ്, വലിയ സംഖ്യയിൽ നിന്ന്, അതായത് ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടും. അപ്പോൾ 65 നിന്ന് 5 കുറയ്ക്കും, അപ്പോൾ 60 കിട്ടും. എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണ്? മൈനസ്. അപ്പോൾ -60 എന്ന് എടുക്കും. അപ്പോൾ താഴത്തെ മൈനസും മുകളിലത്തെ മൈനസും ക്യാൻസലായി പോകും, കട്ട് ചെയ്ത് പോകും. ഇനി താഴത്തെ 20 0 0 ക്യാൻസലാവും. 2ൻ്റെ ടേബിൾ പറയുമ്പോൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 6 കിട്ടുന്നത്? 1 2 2 2 4 3 2 6. ഓക്കെ, അപ്പോൾ 6 നമുക്ക് 3 2 6 വെച്ച് കട്ട് ചെയ്യാം. 2നെ 6നെയും കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പോൾ 3 × 0.5 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 5 3 15 കിട്ടും. 15ന് ഒരു ഡിജിറ്റ് ഇങ്ങോട്ട് മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ 1.5 സെക്കൻഡ് എന്ന് കിട്ടും, പ്ലസ് 1.5 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി വെട്ടി ചെയ്യാൻ അറിയാത്തവർ ഡയറക്റ്റ് ആയിട്ട് 0.5 ഇൻറ്റു 60 ചെയ്യുക, എന്നിട്ട് മൈനസ് ഇടുക, മൈനസും ക്യാൻസലാക്കി പോകുക, എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂവിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഇത് എഴുതുക. ഇനി ഇത് അറിഞ്ഞില്ലാത്തവർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ എ ഫോഴ്സ് ഓഫ് 14 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി ഓഫ് മാസ് 700 gram, ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ഫ്രം 30 മീറ്റർ പെർ സെക്കൻഡ് ടു എ സർട്ടൻ വാല്യൂ ഇൻ 2 seconds. അപ്പോൾ നമുക്ക് നോക്കാം. വെൻ എ ഫോഴ്സ് ഓഫ് 14 ന്യൂട്ടൺ, അപ്പോൾ ഫോഴ്സ് എഫ് തന്നിട്ടുണ്ട്. F = 14 ന്യൂട്ടൺ എന്ന് എഴുതുക. അപ്ലൈഡ് ആണ് ബോഡി. അപ്പോൾ എന്താണ്, ഒരു ബോഡിയിൽ നമ്മൾ 14 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ആ ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട് 500 gram എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുക, മാസ് ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ കിലോഗ്രാമിലോട്ടാക്കണം. അപ്പോൾ ആ ഗ്രാമിനെ കിലോഗ്രാമിലോട്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ m = 700 gram എന്ന് തന്നിട്ടുള്ളതിനെ 700 ഡിവൈഡ് ബൈ 1000 കിലോഗ്രാം എന്നാക്കുക. അപ്പോൾ മുകളിൽ 2 പൂജ്യവും താഴത്തെ 2 പൂജ്യവും പോവും. 7/10 എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം? 0.7 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്? ഈസ് വെലോസിറ്റി ചേഞ്ചസ് ഫ്രം 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നു ടു എ സർട്ടൻ വാല്യൂ, ഏതോ ഒരു വാല്യൂയിലോട്ട്. അപ്പോൾ ഏത് വാല്യൂ ഒന്നും തന്നിട്ടില്ല, നമുക്ക് യു തന്നിട്ട് ഏതിൽ നിന്നാണ് ചേഞ്ച് ചെയ്യുന്നത്? 30 നിന്ന്. അപ്പോൾ യു കിട്ടിയിട്ടുണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അടുത്ത് സർട്ടൻ വാല്യൂ എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വി ആണ്. ഇൻ ടൈം തന്നിട്ടുണ്ട് 2 seconds, T = 2 seconds എന്നാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? വി. കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ദ ബോഡി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് വിയും തന്നിട്ടില്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? v-u ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ v-u കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? വി കണ്ടുപിടിക്കണം. അപ്പോൾ വി കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. v = u + at. നമ്മൾ ചാപ്റ്ററിൽ പഠിച്ച ഒരു ഇക്വേഷനാണ് v = u + at എന്ന് പറയുന്നത്. അപ്പോൾ v = u തന്നിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട്. 30 + a എത്രയാണ്?
എ നമുക്കിനി കണ്ടുപിടിക്കണം. എ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഫോഴ്സ് ബൈ മാസ് ചെയ്താൽ മതി. F/m എന്നാണ്. അപ്പോൾ എഫ് ഇവിടെ തന്നിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് എഫ് തന്നിട്ടുള്ളത്. എഫിൻ്റെ സ്ഥാനത്ത് 14 ഡിവൈഡ് ബൈ മാസിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കും? 0.7 കൊടുക്കും. അപ്പോൾ 14/0.7 നമുക്ക് നോക്കാം. എന്താണ്? പോയിന്റ് സംഖ്യയെ ഡിവൈഡ് ചെയ്യാനാണ്. പോയിന്റ് സംഖ്യയെ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? താഴെ ഒരു പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉള്ളതുകൊണ്ട് മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 14 ഡിവൈഡ് ബൈ 0.7 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10 എന്ന് എഴുതും. അപ്പോൾ 14 ഇൻറ്റു 10 എന്താവും? 140 ആവും. 0.7 ഇൻറ്റു 10 എന്താവും? 7 ആയി മാറും. അതായത് പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 7 എന്ന് ആകും. ഓക്കെ. അപ്പോൾ 140 ഡിവൈഡ് ബൈ 7. ഇനി നമുക്ക് 7നെ 14 കൊണ്ട് 7ൻ്റെ ടേബിൾ പറയുമ്പോൾ 2 പ്രാവശ്യം പറയുമ്പോൾ 1 7 2 14. അപ്പോൾ 2 പ്രാവശ്യം പറയുമ്പോൾ 14 കിട്ടുന്നില്ലേ? അപ്പോൾ നമുക്ക് വെട്ടി ചെയ്യാം. ആ 14 വെട്ടി 2 ആവും. അപ്പോൾ 20. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെട്ടി ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ 140 ഡിവൈഡ് ബൈ 7 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ എന്താണ്? ആക്സിലറേഷൻ കിട്ടി. ഇനി V യുവിൻ്റെ സ്ഥാനത്ത് 30 കൊടുത്തു പ്ലസ് 20 ഇൻറ്റു, അപ്പോൾ എയുടെ സ്ഥാനത്ത് 20 എന്ന് കൊടുത്തു ഇൻറ്റു ടൈം 2 എന്ന് കൊടുത്തു. ഓക്കെ. 20 ഇൻറ്റു 2 എന്താവും? 40 ആവും. അപ്പോൾ 30 പ്ലസ് 40 70 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ V കിട്ടി നമുക്ക്. നമ്മളെ അടുത്ത് V അല്ല ചോദിച്ചിരിക്കുന്നത്, ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി V മൈനസ് U. അപ്പോൾ വിയുടെ സ്ഥാനത്ത് 70 മൈനസ് യുവിൻ്റെ സ്ഥാനത്ത് 30. അപ്പോൾ 70 നിന്ന് 30 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ചാർവി സൈനിങ് ഓഫ്.